ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈസി ആയിട്ടൊരു മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടായി. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് ഉലുവ ഇട്ടു. കുറച്ച് ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തോട്ട് ഇച്ചിരി കടുക് ചേർത്തു. കടുകും കൂടെ പൊട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു അര സവോള കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞത്, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഒരു തണ്ട് കരിയാപ്പില, ഇത്രയും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സവോളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോ കേട്ടോ. അതാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് കൊച്ചുള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക. ഒത്തിരി ബ്രൗണൊന്നും ആവണ്ട, എന്നാലും ഇതൊന്ന് വാട്ടി എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി കല്ലുപ്പിട്ടു. അതും നല്ലപോലെ ഒന്ന് ആകുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇനി നമുക്ക് മസാല എന്ന് പറയാൻ ഇതിനകത്ത് ആകെ ഉള്ളത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും മാത്രമാണ് കേട്ടോ. നമ്മൾ എന്തൊരു നോൺ വെജ് ഉണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് പൊടികളിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കളയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനത്തെ പൊടികൾ വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോഴേ നമുക്ക് ആ മീനിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മസാല ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാൽ ഞാൻ എടുത്തെങ്കിലും ഞാൻ ആദ്യം 1/2 കപ്പേ ഒഴിച്ചുള്ളൂ. മീൻ ഇട്ടിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നോക്കി ബാക്കി ഒഴിക്കാമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് വറ്റയായിട്ടേക്കുന്നത്, ഒരു 1/2 കിലോ മീനേ ഉള്ളൂ. അപ്പം ആ പാലൊന്ന് തിളച്ച് കഴിഞ്ഞപ്പം മീനിട്ട് കൊടുത്തു. അപ്പോൾ മീനിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ചാറ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ ബാക്കി 1 കപ്പാണല്ലോ എടുത്ത് വെച്ചിരുന്നത്, അപ്പോൾ ബാക്കി ബാലൻസ് ഇരുന്ന ആ പാലും കൂടെ ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതും കൂടെ ഒഴിച്ച് ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, നമ്മൾ ഇതുവരെ ഇതിനകത്ത് പുളി ചേർത്തില്ല കേട്ടോ. പുളി കുടംപുളിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ആ പാലൊഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു കഷ്ണം കുടംപുളി ചേർക്കാം. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി പച്ചമാങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മീനും എല്ലാം ഒരു തിള വന്നു കഴിഞ്ഞപ്പോഴാണ് പച്ചമാങ്ങ ചേർത്തത്. അല്ലെങ്കിൽ മാങ്ങ അങ്ങ് ഉടഞ്ഞു പോവും. അതുകൊണ്ട് മീനൊന്ന് തിളച്ചിട്ട് നമുക്ക് പച്ചമാങ്ങ ചേർക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി നോക്കി. എന്നിട്ട് ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഇച്ചിരി പൊടി ഉപ്പ് അതിൻ്റെ മുകളിലോട്ടിട്ടു. എന്നിട്ട് പിന്നെ ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ചാറ് പറ്റിയിരിക്കുന്നതാണ് ഇഷ്ടം. അതല്ലെങ്കിൽ ഈ പാകത്തിന് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് പറ്റാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് മാക്സിമം എടുത്ത് കാണും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ മുകളിലോട്ട് ഒഴിച്ച് അടച്ചു വെച്ചു. വെളിച്ചെണ്ണ മുകളിലൊഴിച്ച് അടച്ചു വെച്ചു. അപ്പോൾ ഒരു 10 മിനിറ്റ് മൊത്തം നമ്മൾ കുക്ക് ചെയ്ത് കാണും. മീൻ അധികം വേകാൻ അധികം സമയം എടുക്കത്തില്ലല്ലോ. അപ്പോൾ അതേ പാകം കണ്ടോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി. നല്ലപോലെ ചാറ് കുറുകി പറ്റി നല്ലപോലെ തിക്കായി. അപ്പം നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി ചാറ് കൂടുതൽ ഒഴിച്ചോണം കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ചാറ് കൂടുതലാണെന്ന്, പക്ഷേ 10-15 മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ കുറുകും. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി കുത്തരി ചോറിൻ്റെ കൂടെയാണ് ഈ കറി കഴിക്കുന്നത്. സത്യത്തിൽ ഈ കറി ഇപ്പം ഒരു അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറി എടുത്തു. അതേപോലെ മത്തി ഫ്രൈ ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ഇച്ചിരി ചീരത്തോരനും കൂടെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സത്യത്തിൽ ആ കറി മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ടാവും. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു, പറയാതെ വയ്യ. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കി എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. താങ്ക്